നമ്മുടെ നാട്ടിലിഷ്ടം പോലെ ബീച്ചിൻ്റെ നമ്മൾ എന്തിനാ ഈ ബോംബെയിൽ വന്ന് ജുഹു ബീച്ച് കാണണം എന്നുള്ള ഡീറ്റെയിൽ ഞാൻ പയ്യെ പറഞ്ഞുതരാം. എന്തായാലും നമ്മുടെ ജുഹു ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പയ്യെ രസമാണല്ലേ. मुंबई का सबसे बड़ा एक्सपेंसिव जगह है जुहू. രസമല്ലേ? ഓരോ സ്ഥലത്തെ കടലിനും ഓരോ സൗന്ദര്യമാണല്ലേ. എവിടെ ചെന്നാലും പ്രാവും കൂട്ടം എനിക്ക് വീക്ക്നെസ്സാണ്. ഡിങ് 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 ഉണ്ടാവും, തലയാട്ടി നടക്കണണ്ട കുണുങ്ങി കുണുങ്ങി. ഇനി നമുക്ക് ഇവിടുത്തെ ബീച്ചിനെ നമ്മുടെ നാട്ടിലെ ബീച്ചും ഇത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ബീച്ചിൽ ഇത്രയും കര കാണില്ല, ഇത്രയും കര നമ്മുടെ ബീച്ചിൽ നാട്ടിലുണ്ടാവില്ല. ഇതൊരു എന്താ ക്രൗഡ് നോക്കി. നമ്മൾ കോഴിക്കോട് പോയി കണ്ടില്ലേ, ഏകദേശം അതുപോലെ തന്നെയുള്ളൊരു മനോഹാരിതയാണ്. അതിനേക്കാൾ ഭയങ്കര മനോഹാരിത, ഭയങ്കര സംഭവമാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് തിരക്കാണ്. നമുക്ക് ലെമൺ ഇങ്ങനെ ഒപ്പി വെക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഓരോന്നോരോ ബംഗ്ലാവ്സും ഹോട്ടൽസുമാണ് ചുറ്റും കാണുന്നത്. വെരി വെരി എക്സ്പെൻസീവ് ഈ ഏരിയയിൽ. നമ്മൾ ഓരോരുത്തരുടെയും വീടിൻ്റെ വാതിൽക്കളിലൂടെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യാം. ഓരോ സെലിബ്രിറ്റീസിൻ്റെ ചുമ്മാ ഒരു തമാശയ്ക്ക്. ഇപ്പം നമ്മൾ മുംബൈയിലെ ജുഹു ബീച്ച് കണ്ടില്ലേ? ജുഹു ബീച്ച് കണ്ടില്ലേ എന്ന് വെച്ചാൽ ജുഹു ബീച്ച് നട്ടുച്ചയ്ക്ക് കണ്ടില്ലേ എന്നാണ് ചോദിക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 മണിയൊക്കെ കഴിഞ്ഞാൽ, 4 മണി 5 മണിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ്. ഭയങ്കര ക്രൗഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൗഡാണ് ഇവിടെ. അതാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ്. ഏരിയ അവിടേക്കെന്ന് പറഞ്ഞാൽ ഒരു 10,000 കണക്കിന് ആൾക്കാരെങ്കിലും ഉണ്ടാവും. 1000 കണക്കിന് ആൾക്കാർ കൺഫേം ആയിട്ട് അതിൻ്റെ ഇടയിൽ ചുറ്റും കൂടിയൊക്കെ ഉണ്ടാവും വൈകുന്നേരം ആ സൺസെറ്റ് കാണുന്ന സമയത്തും. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഇത് കണ്ടോ, കടലിന് നടുക്കൊരു ഹോട്ടൽ, അതിലേക്ക് ബോട്ടിൽ ചെല്ലാം, ടൈം സ്പെൻഡ് ചെയ്യാം. ബോട്ടിംഗ് ഉണ്ട്, കടലിലേക്ക് ഇറങ്ങിയുള്ളൊരു ബോട്ടിംഗ് ഉണ്ട്. കടലൊരു വികാരമാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം.